തിരുവനന്തപുരത്ത് BJP നടത്തിയ വലിയ മുന്നേറ്റം തന്നെയാണ്. അവരുടെ മേയർ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ശ്രീലേഖ വിജയിക്കുന്നു. കൊച്ചിയിലേക്ക് നോക്കിയാൽ LDF-നെ കടപുഴക്കിക്കൊണ്ട് UDF തിരിച്ചു വരുന്നു. അവരുടെ മേയർ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ദീപ്തി മേരി വർഗീസിന് വിജയം. ചുരുക്കം പറഞ്ഞാൽ ദീപ്തിയും ശ്രീലേഖയൊക്കെ ആയിരിക്കുമോ ഇനി കൊച്ചിയും തിരുവനന്തപുരത്തേക്ക് നയിക്കുന്നത്? ഇതിൻ്റെ അകത്ത് ഈ വനിതാ സംവരണം ഒന്നും നോക്കാതെ ഇത് ചെയ്യണമല്ലോ. അതെ, ചില സ്ഥലങ്ങൾ അങ്ങനെ സംവരണം ചെയ്ത് വെച്ചിട്ട് ഉണ്ടല്ലോ. അതെ. അപ്പോൾ തിരുവനന്തപുരം ആണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ കേരളത്തിൽ BJP പിടിക്കുന്നു. അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് അനുഭവം അത് ശ്രീലേഖയ്ക്ക് എന്തായാലും കൂടും. കാരണം അവര് IPS-ലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് ആദ്യകാല അല്ലേ IPS വനിതാ IPS-ൽ പെട്ട ആളുകളാണ് അവരും സന്ധ്യയും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ അനുഭവ പരിചയം, സർവീസിലുള്ള അനുഭവ പരിചയം കാരണം അവര് തീർച്ചയായും അവിടെ പരിഗണിക്കാവുന്നതാണ്. അതേസമയം BV രാജേഷ് കുറെ കാലമായിട്ട് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിക്കുന്നുണ്ട്. ശ്രീലേഖയുടെ കന്നി മത്സരമാണല്ലോ. ശ്രീലേഖ ജയിക്കും എന്നുള്ളതൊക്കെ മറ്റേ ഫോർഗോൺ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ പോലെ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ അനുഭവ സമ്പത്ത്, പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രതിച്ഛായ അല്ലേ, പിന്നെ BJP-യെ വിജയിപ്പിച്ച സമൂഹം, ഇതെല്ലാം നോക്കുമ്പോൾ അവർക്ക് ഒരു പോസിറ്റീവായ വശം ശ്രീലേഖയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അവർ രാഷ്ട്രീയ രംഗത്ത് പുതിയ ഒരു അവതാരമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ശാസ്തമംഗലത്തെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി അവർക്കൊരു രാഷ്ട്രീയ പ്രവർത്തകയുടെ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. BJP ആദ്യമായിട്ടാണല്ലോ ഭരിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം ഇതുവരെ ഭരിച്ച ഒരു പരിചയമില്ല. പ്രതിപക്ഷത്തിരുന്നിട്ടുള്ള പരിചയമാണ്. അപ്പൊ ആരെ ഏൽപ്പിച്ചാലും അത് പുതിയതായിരിക്കും. ഈ ചോദ്യത്തിന് വേറൊരു ഉത്തരം പറയാം. കാരണം അശോക് കുമാർ ആദ്യകാല കൗൺസിലറാണ് അദ്ദേഹം. ആദ്യകാല BJP-യുടെ അവിടുത്തെ കൗൺസിലിലെ നേതാവും BJP നേതാവുമാണ്. അങ്ങനെ അത്തരം ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ. പക്ഷെ എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ഇതുണ്ടല്ലോ, സർവീസിലെ പരിചയം. ഫയലൊക്കെ നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അതെ, മനസ്സിലാവും, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതാണ് ഫയല് നോക്കിയിട്ടുള്ള ഇതൊക്കെ വായിച്ചാലും എന്താണ് ഇതിൻ്റെ അകത്ത് പുലിവാലുണ്ടോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാര് BJP-ക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ പണി കൊടുക്കാന്ന് വിചാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിലേ ഉണ്ടാവുന്ന അവിടെ. അവിടുത്തെ CPM-ന് ഷോക്ക് കൊടുത്തത് BJP തന്നെയാണ്, സംശയമില്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചിയിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF-ന് ഷോക്ക് കൊടുത്തത് സത്യത്തിൽ UDF-ആണ്. സത്യത്തിൽ UDF-ന് കുറച്ച് കാലമായിട്ട് ആധിപത്യമുള്ള കൊച്ചിയിൽ വീണ്ടും തിരിച്ചു വരുന്നു, അങ്ങനെയാണോ കണക്ക് കൂട്ടണ്ടേ? അല്ല, കൊച്ചി എന്താണ് UDF-ന്റെ ഒരു അടിസ്ഥാന വോട്ട് വളരെ കൂടുതലുള്ള സ്ഥലമാണ്. എവിടെ UDF-ആണ് ജയിക്കേണ്ടത് തന്നെ. കഴിഞ്ഞ തവണ ഈ UDF-നകത്ത് ഉള്ള ആഭ്യന്തര യുദ്ധം അത് വലിയ രീതിയിൽ വളർന്ന് വികസിച്ചവരെ ശരിപ്പെടുത്തി കളഞ്ഞാണ് തമ്മിലടി. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു V4 കൊച്ചി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അവരൊക്കെ കുറേ വോട്ടൊക്കെ പിടിച്ചിട്ട് ഇവരെ കുറേ വോട്ടങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണ്. അത് കൊച്ചിയിൽ അവരുടെ വിജയം എന്ന് പറയുന്ന ഒരു അത്ഭുത വിജയമല്ല. അത് കൊച്ചി സ്വാഭാവികമായിട്ടും UDF-ന്റെ ഒരു ആധിപത്യമുള്ള സ്ഥലമാണ്. അവിടെ ദീപ്തി മേരി വർഗീസ് വരുന്നു. കാരണം ഇത് സംവരണം അല്ലേ. തിരുവനന്തപുരത്ത് നമ്മളങ്ങനെ സംവരണത്തിൻ്റെ തിരുവനന്തപുരത്ത് പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ ഈ സ്ത്രീ മേയറെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം. വീണ്ടും സ്ത്രീ വേണമെന്നൊക്കെയാണ് ആൾക്കാർക്ക് തോന്നിയേക്കാം. കാരണം ഈ അപക്വമായ അവസ്ഥകൾ എന്ന് പറയുന്നത് ഭരണകൂടത്തിൽ കയറാൻ പാടില്ലാത്ത സാധനങ്ങളാണ്. അപക്വത എന്ന് വെച്ചാൽ അമേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ പുറത്തൊക്കെ നിൽക്കാൻ മാത്രം. ഭരണാധിപത്യത്തിലേക്ക് അവർ വരുന്ന സമയത്ത് മുൻപരിചയം വേണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് അത് പരിചയപ്പെട്ടതിനനുസരിച്ച് പാകപ്പെടാൻ പറ്റുന്നതായിട്ടുള്ള ആളുകളെ അതിന് കൊള്ളുള്ളൂ. അവര് സ്വന്തം നിലയ്ക്ക് തന്നെ ഞാനിനി കോഴിക്കോട് ജില്ലയിലേക്ക് പാർട്ടി പ്രവർത്തനം മാറ്റിക്കോട്ടെ എന്ന് പാർട്ടിയോട് ചോദിച്ചു. അല്ല, അവര് പാർട്ടി പ്രവർത്തനം തന്നെ നിർത്തുന്നത് നല്ലതാണ്. കാരണം ഒരു പാർട്ടി ഒരു വാക്ക് ആക്കി കൊടുത്തത് അവര്. തിരുവനന്തപുരത്തുകാർക്ക് അത് കേട്ടപ്പോഴാണ് ആശ്വാസമായത്. അവര് കോഴിക്കോടേക്ക് ഭർത്താവിന്റെ സ്ഥലത്തേക്ക് ഞാൻ മാറ്റുകയാണ് പാർട്ടിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ തിരുവനന്തപുരത്ത് BJP ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്തുമെന്ന് LDF-നും UDF-നും ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് പ്രതിരോധിക്കാതെ കഴിയാതിരുന്നത്? അല്ലെങ്കിൽ BJP അതിനപ്പുറത്തേക്കുള്ള സ്റ്റെപ്പ് വെച്ചതുകൊണ്ടാണോ? അതല്ല, പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാല്
ഇത്തവണ UDF കഴിഞ്ഞ തവണ 10 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ. ഇത്തവണ അവർ കൂടുതൽ സീറ്റ് UDFന് കിട്ടിയിട്ടുണ്ട്. അതെ അതെ. അതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശബരിനാഥനെ അവർ മേയർ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറക്കി അവതരിപ്പിച്ചു. അപ്പൊ ഇതാണ് ജനങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ശബരിനാഥനും ഭരിക്കാൻ കുഴപ്പമില്ലാത്ത ആളാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായി. ഈ സാധാരണ ഇതുകൊണ്ട് ഉദരംബരികളായ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യാസമുള്ള ആളുകളാണ് ഈ ശ്രീലേഖ, ശബരിനാഥ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വേറൊരു പ്രതിച്ഛായയുണ്ട്. ഇത് വെച്ചിട്ട് ഇവര് മറ്റേ പണം ഉണ്ടാക്കും എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾ അതുകൊണ്ടൊക്കെ മടുത്തിരിക്കുകയാണല്ലോ. ഈ പറഞ്ഞ പോലെ ഇവിടെ കൊച്ചിയില് വേണമെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ ആ ബ്രഹ്മപുരത്തെ മാലിന്യവുമായി ബന്ധപ്പെട്ട ഈ LDFന്റെ അഴിമതി ഭീകരമല്ലേ? ആ വൈക്കം വിശ്വന്റെ അല്ലേ മരുമകൻ അതങ്ങനെ കൊടുത്തു, അവിടെ തട്ടിപ്പ് കാണിച്ചു, പരിചയമില്ലാത്ത ഒരാൾക്ക് കരാർ കൊടുത്തു, വെറുതെ ഇത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ട് വളം ഉണ്ടാക്കും അതിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചവറ അവിടെ ഇട്ട് തന്നെ കത്തിക്കുകയല്ലേ ചെയ്തത്. എത്ര ദിവസം നമ്മളിത് അനുഭവിച്ചു ഈ പുകയുടെ അകത്ത്. എന്നിട്ട് എന്താണ് അവിടെ പ്രത്യേകിച്ച് ചെയ്തിരിക്കുന്നത്, എവിടെ കൊണ്ട് ഈ ചവറ് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് വല്ല ബോധമുണ്ടോ? ഇത് വീണ്ടും കുഴിച്ചിട്ടിരിക്കുന്നു എന്നല്ലേ നമ്മൾ കരുതേണ്ടത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുകയാണ്. ആകെ ഇവിടെ ഇപ്പോഴും പറയുന്നത് സ്റ്റേഡിയം നെടുമ്പാശ്ശേരി വിമാനം താവളമൊന്നുമല്ലേ, അത് UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. 10-25 വർഷമായിട്ട് പണി പൂർത്തീകരിക്കാത്ത കോർപ്പറേഷൻ മന്ദിരം അതിന്റെ പൂർത്തീകരണം നടന്നു. പിണറായി വിജയനെ കൊണ്ടുവന്ന് അത് ചെയ്യിക്കും. അല്ല അത് പക്ഷെ അത് പുതിയ കാലത്ത് ഭരണകൂടത്തിന് അതിന്റെ ആവശ്യമില്ല അല്ലേ? കാരണം ഈ ഡിജിറ്റലായി മാറുമ്പോഴേ. പക്ഷെ അതിങ്ങനെ പണി തീരാതെ കിടക്കുന്നത് പണി പൂർത്തീകരിച്ച നല്ല കാര്യമാണ്. ഈ കോർപ്പറേഷനില് ഈ കക്ഷിനില എന്ന് പറഞ്ഞാൽ ഈ LDF 33, UDF 32 എന്ന് പറഞ്ഞായിരുന്നു. അതിൽ 3 പേര് UDF വിമതന്മാരാണെന്നേ. സത്യത്തിൽ ഭരിക്കാനുള്ള സ്കോപ്പ് ഇല്ല അവർക്ക്. ഒരിടത് BJPക്ക് 5 സീറ്റ്, ഒരു ഇടത് വിമതൻ. ഇത്തവണ 2 ഡിവിഷൻ കൂട്ടി, 74 നിന്ന് 76 പള്ളുരുത്തി ഈസ്റ്റ്, മുണ്ടമ്പേലി ഈസ്റ്റ് 2 എണ്ണം. അപ്പൊ തുടർച്ചയായി 2 തവണ UDF ജയിച്ചു. മേയർ സ്ഥാനം അവർക്ക് തന്നെ. 3ാമതും ആകേണ്ടതാണ്. അപ്പോഴാണ് അവിടെ ഈ പാളയത്തിൽ തന്നെ പട വന്നത്. പിന്നെ ഈ അനിൽകുമാറിനൊരു പ്രതിച്ഛായ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അത് വീണ്ടും ജയിക്കും. അനിൽകുമാർ എല്ലാവരോടും ചിരിച്ച് അങ്ങനെ നടക്കുന്ന ആളാണല്ലോ, ബലം പിടുത്തമൊന്നുമില്ല. പക്ഷെ അനിൽകുമാർ നിയമസഭയിലേക്കാണ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ മത്സരിച്ചില്ലല്ലോ, 2 മേയർമാരും മത്സരിച്ചില്ല, ഇവിടെ മത്സരിച്ചില്ല, ആര്യ രാജേന്ദ്രനും മത്സരിച്ചില്ല. പാർട്ടിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു എന്നർത്ഥം. അല്ല, കോഴിക്കോടും മത്സരിച്ചില്ല. കോഴിക്കോടും മത്സരിച്ചില്ല. പക്ഷെ മാഷെ ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ഈ കൊല്ലത്ത് മേയറായിട്ടുള്ള ഹണി അവർ പരാജയപ്പെടുന്നു. കോഴിക്കോട്ട് ഡെപ്യൂട്ടി മേയറായിരുന്ന നിലവിൽ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന മുസാഫർ അഹമ്മദ് പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ BJPയുടെ ഒരു സ്ഥാനാർത്ഥി VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാർഡിൽ വീണ്ടും വിജയിച്ചു ചേർന്നു. ചുരുക്കം പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നീക്കങ്ങൾ, ചില വീശിയടിക്കലുകൾ, ഇതൊക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് അതൊക്കെ പ്രതീക്ഷിക്കാവുന്നതല്ലേ? ശരിക്കും ഇവർ വിചാരിക്കുന്നത് വരെ ഇവർ മഹത്തരമായിട്ടുള്ള പണികൾ നടത്തുന്ന ആളുകളാണ് എന്നും ജനം കരുതുന്നില്ല. ജനത്തിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം. ജനം കൃത്യമായിട്ട് ആ കശാപ്പ് നടത്തിയെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഓരോരുത്തരും കരുതുന്നത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല സ്ഥാനാർത്ഥികളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പല പാർട്ടിയുടെയും. ഇവർക്കൊക്കെ വലിയ ആത്മവിശ്വാസമാണ്, ജയിക്കും എന്നാണ് അവരെല്ലാവരും പറഞ്ഞിരുന്നത്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവർക്ക് ഈ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ കോഴിക്കോട് മേയർ ഇങ്ങനെ തരംഗമണൻ താർന്ന് പറയണ അയാൾക്കറിയാൻ പറ്റും. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം എന്താണ്, ആരാണ്, എങ്ങനെയാണ് വോട്ട് ചെയ്യാനൊക്കെ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആളുകളായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, പിയേഴ്സൺ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ VV രാജേഷ് എന്തുകൊണ്ട് മേയറായി കൂടാ? തീർച്ചയായിട്ടും VV രാജേഷ് ആവാനുള്ള സാധ്യതയാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ രാജേഷ് ആകാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം VV രാജേഷാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫിഗർ.
പക്ഷേ ശ്രീലേഖ എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫിഗർ എന്ന നിലക്ക് പ്രസന്റ് ചെയ്യാം. ഇനി ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനായതിന്റെ പേരിൽ രാജേഷ് ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം അല്ല, രാജീവ് ചന്ദ്രശേഖരന്റെ കൺസെപ്റ്റില് ഇത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു മാനേജീരിയൽ പ്രോസസ്സാണ്. അപ്പോൾ ആർക്കാണ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നത് അയാളാണ് നേതൃസ്ഥാനത്ത് വരേണ്ടെന്ന് വിചാരിക്കുന്നവരാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരൻ തന്നെ മാനേജറാണ്. പൊളിറ്റിക്സ് രാജേഷിനെ നിയമസഭയിലേക്കും മത്സരിക്കാം. അതെ, പക്ഷെ രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറെ കാലമായിട്ട് തിരുവനന്തപുരത്ത് BJPയുടെ ഒരു തലപ്പത്തുണ്ട്, എല്ലായിടത്തും ഓളിൻ ആളായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു ഇനി രാജേഷ് ആയിരിക്കും മേയർ ആകാൻ സാധ്യതയുള്ളതെന്നൊക്കെ. പക്ഷേ രാജേഷിനെതിരെ ചില ആരോപണങ്ങളൊക്കെ എന്ന് വെച്ചാൽ തമ്മിലടിയൊക്കെ ഉണ്ടല്ലോ പാർട്ടിക്കുള്ള, ഏത് പാർട്ടിയില്ല, അത്തരത്തിലുള്ളൊരു തമ്മിലടിയൊക്കെ കൊണ്ടിട്ട് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള രാജേഷിന് മേയറായിട്ട് ശോഭിക്കാൻ കഴിയില്ലേ? ഈ പറഞ്ഞാണ് അതിന്റെ സംഭവം. അതായത് BJPയുടെ അകത്തുള്ള ചേരിപ്പോരുണ്ടല്ലോ, ആ ചേരിപ്പോര് കാരണമാണ് പലപ്പോഴും ഇത് അധികാരത്തിന്റെ അടുത്തൊക്കെ എത്താതെ ദൂരെ മാറി നിൽക്കേണ്ടി വരുന്നത്. അതിൻ്റെ അകത്ത് ആദ്യകാലത്ത് തന്നെ ഇതിന് ത്രിമൂർത്തികൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. O രാജഗോപാൽ, KG മാരാർ, K രാമൻപിള്ള. വേറെ ആരും ഈ പാർട്ടിയിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഈ ത്രിമൂർത്തികൾ അവരല്ലാതെ മുകളിൽ ആരും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിരുന്ന ഞാൻ തുറന്നു പറയുകയാണ്. അപ്പൊ അതിൽ നിന്ന് ഇത് കുറച്ച് ഓപ്പൺ ചെയ്ത് ഇപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കാലത്ത് ഇത് കൂടുതൽ ഓപ്പൺ അപ്പ് ചെയ്യാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് എനിക്കും ഈ രാജേഷിന്റെ കാര്യത്തിൽ രാജേഷ് വരുമോ, രാജേഷ് അവിടെ ഈ കോർപ്പറേഷനിൽ CPM നടത്തിയ അഴിമതികൾ അല്ലേ, ആ ആശുപത്രി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലേ, CPMന്റെ ജില്ലാ സെക്രട്ടറി കടലാസ് കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ എക്സ്പോസ് ചെയ്ത ആളാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ശ്രീലേഖയല്ലല്ലോ നിൽക്കുന്നത്. ശ്രീലേഖയെ പിന്നീട് എന്തൊക്കെയോ ഉദ്ദേശിച്ച് തന്നെയല്ലേ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് മറ്റേ കിരൺ ബേഡി അല്ലേ, കിരൺ ബേദി വന്നില്ലേ, പോണ്ടിച്ചേരിയിലും ഒക്കെ സ്ഥാനത്തുമൊക്കെ വന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ശ്രീലേഖയ്ക്ക് ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ദീപ്തിയും ശ്രീലേഖയൊക്കെയാണ് വരുന്നതെങ്കിൽ അത് പുതിയൊരു ചരിത്രമൊക്കെ ആകും. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് തീരുമാനമാവില്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.